നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വർക്കല കുരക്കണ്ണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത്. സലീം മാലിക് ചേരുന്നു വിശദാംശങ്ങളുമായി. സലീം, ഈ ഒരു അപകടത്തിൽ 3 പേർ മരിച്ചു എന്നാണെങ്കിൽ അത്രയും ഭയാനകമായ ഒരു അപകടമാണല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. എന്താണ് വിശദാംശങ്ങൾ? കീർത്തന, ഉറപ്പായും ഓണത്തിന്റെ സന്തോഷത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരം വർക്കല കുരക്കണ്ണിയിൽ കൂടി ബൈക്കുകൾ കൂട്ടിയിടിച്ചുള്ള മരണ വാർത്ത എത്തുന്നത്. അത് എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു ബൈക്കിൽ 3 പേരും മറ്റൊന്നിൽ 2 പേരുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലെ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 2 പേരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ മരിച്ച ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും വർക്കല സ്വദേശികൾ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ആളുകൾ തിരിച്ചറിയാനുള്ള ശ്രമമാണ്, ഈ ആധാർ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ച് തിരിച്ചറിയാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. തലസ്ഥാനത്തും സമീപ ജില്ലകളിലും ഉൾപ്പെടെ ഓണാഘോഷത്തിനിടയിൽ ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ ഇന്ന് ഒന്നിലധികം ഉണ്ടായി എന്നതും സങ്കടകരമായ കാര്യമാണ്. കീർത്തന, ദിനത്തിൽ വരുന്ന ദുഃഖകരമായ വാർത്തയാണ്. തിരുവനന്തപുരം വർക്കല കുരക്കണ്ണയിലാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചത്. 2 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഓണവിശേഷങ്ങൾ നോക്കാം. ഓണം ആഘോഷിച്ച മലയാളികൾ. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റിയാദിലെ ഡ്രൈവേഴ്സിന്റെ ആദ്യ സംഘടനയായ ബെസ്വേയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഉത്രാടനാളിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഓണപ്പൂക്കളവും സദ്യവട്ടങ്ങളും ഒരുക്കി മാവേലിയുടെ എഴുന്നള്ളത്തിന്റെ അകമ്പടിയോടെയാണ് സാധാരണക്കാരായ ഒരു കൂട്ടം പ്രവാസികൾ സുലൈ കില സുൽത്താന ഇസ്തിറാഹയിൽ ഓണാഘോഷത്തിനായി ഒത്തുചേർന്നത്. പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഉത്രാട നാളിലായിരുന്നു ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ. റിയാദിലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ ബെസ്റ്റ് വേ ഡ്രൈവേഴ്സ് കൂട്ടായ്മ ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു കൂട്ടായ്മയാണ് ബെസ്റ്റ് വേ ഡ്രൈവേഴ്സ് കൂട്ടായ്മ. വർഷം തോറും നടത്തി ഓരോ ഓണാഘോഷ പരിപാടികളും വളരെ വിപുലമായി നടത്തിപ്പോരുകയാണ്. ആഘോഷത്തോടനുബന്ധിച്ച് സ്ത്രീകളും കുട്ടികളും ചേർന്നൊരുക്കിയ പൂക്കളം ശ്രദ്ധേയമായി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഓണപ്പാട്ടുകളും മറ്റു കലാപരിപാടികളും പരിപാടിയിൽ അരങ്ങേറി. തൂശനിലയിൽ സംഘാടകർ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയും പരിപാടികൾക്ക് രുചി പകർന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി മജീദ് പൂളക്കാടി ആമുഖ പ്രഭാഷണം നടത്തി. നിഹാസ് പാനൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി ജിജു കണ്ണൻ സ്വാഗതവും ഷാനവാസ് വെമ്പിളി നന്ദിയും പറഞ്ഞു. റിയാദിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാട്, മാധ്യമ പ്രവർത്തകനായ ജയൻ കൊടുങ്ങല്ലൂർ, നാസർ ലെയ്സ്, ഷാജി മടത്തിൽ, നിസാം കായംകുളം എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഹസൻ പന്മന, ഫാറൂഖ് കൊട്ടുകാട്, റാഷിദ് പെരിന്തൽമണ്ണ, മുസ്തഫ നെല്ലിക്കപ്പറമ്പ്, ഇക്ബാൽ നെടുമങ്ങാട്, അഹമ്മദ് കുട്ടൂസ്, ഷാജി ടിറ്റി, കണ്ണൻ കോട്ടയം എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്. റിയാദിലെ മലയാളി സമൂഹവും ഇന്ന് പൊന്നോണം ആഘോഷിച്ചു. അവധി ദിനമല്ലാതിരുന്നിട്ടും ആഘോഷപ്പൊലിമ ഒട്ടും ചോരാതെ തന്നെയാണ് മലയാളികൾ തിരുവോണത്തെ വരവേറ്റത്. ഗൃഹാതുരത്വത്തിൻ്റെ പൂക്കളം മനസ്സിൽ തീർത്തുകൊണ്ട് റിയാദിലെ പ്രവാസി മലയാളികളും ഓണം കൊണ്ടാടി. ഓണക്കോടിയെടുത്ത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും താമസയിടങ്ങളിൽ സംഗമിച്ചുകൊണ്ടാണ് ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്ദേശം പകർന്ന് മലയാളത്തിൻ്റെ മഹോത്സവത്തെ ദീപ്തമാക്കിയത്. നാളിൽ ഇന്ന് ഞങ്ങളും എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നു. കൂട്ടുകാരും മക്കളും എല്ലാവരും കൂടി ഇന്ന് ഞങ്ങളും ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഓണം തയ്യാറാക്കി. അമ്മമാർ രാവിലെ തന്നെ എഴുന്നേറ്റ് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി, പൂക്കളം ഇട്ടു, മഹാബലിയെ വെച്ചു, കുട്ടികൾ ഊഞ്ഞാലാടി, കളികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് റിയാദിൽ ഓണം ആഘോഷിക്കുകയാണ്. അങ്ങനെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓണം ആഘോഷം നന്നായി ആഘോഷിച്ചു. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പലരും അത്തം 1 മുതൽ തന്നെ വീടുകളിൽ പൂക്കളമൊരുക്കിയിരുന്നു. കാലത്ത് തന്നെ വിവിധ ഇനം പായസങ്ങൾ ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യവട്ടം ഒരുക്കുന്ന തിരക്കിലായിരുന്നു വീട്ടമ്മമാർ. ഓണക്കോടികൾ അണിഞ്ഞു ഓണക്കളികളിലും ഓണപ്പാട്ടുകളിലും മുഴുകി ആഹ്ലാദ തിമിർപ്പിലായിരുന്നു ഏവരും. മൊബൈൽ ഫോണിൻ്റെയും ഡിജിറ്റൽ ഗെയിമുകളുടെയും ലോകത്ത് നിന്ന് മാറി നിന്നുകൊണ്ട്
പുതുതലമുറയിലെ കുട്ടികളും ഊഞ്ഞാലാടിയും പാട്ടുകൾ പാടിയും മലയാളത്തിൻ്റെ മഹോത്സവത്തിൻ്റെ രുചി നുകർന്നു. പ്രവാസികളുടെ ഓണാഘോഷം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇനി അടുത്ത 2 മാസക്കാലവും പ്രവാസികൾക്ക് ഓണക്കാലമാണ്. എത്ര വൈകിയാലും ഒട്ടും പുതുമ ചോരാതെ തന്നെയാണ് ഓരോ പ്രവാസികളുടെയും ഓണാഘോഷം. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ഓണാഘോഷത്തിന്റെ നിറവിൽ കുവൈറ്റ് മലയാളി സമൂഹവും സദ്യയൊരുക്കിയും സൗഹൃദ സംഗമങ്ങൾ നടത്തിയും ഓണത്തെ വരവേറ്റ കുവൈറ്റ് മലയാളികളുടെ വിശേഷങ്ങളിലേക്ക്. ഓണാഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് കുവൈറ്റിലെ മലയാളി സമൂഹവും. കുവൈറ്റിലെ പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഇനി ക്രിസ്മസ് വരെ ഓരോ വാരാന്ത്യവും പൂവിളികളുടെ നാളുകളായിരിക്കും. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷങ്ങളാണ് ഇതിൽ പ്രധാനമാവുന്നത്. എന്നാൽ ഓണനാളുകളെ ആഘോഷമാക്കുന്നത് വീടുകളിലെ സൗഹൃദ സംഗമങ്ങളും സദ്യയൊരുക്കലും ഒക്കെ തന്നെയാണ്. നമ്മുടെ മക്കൾക്കായാലും എല്ലാ ട്രഡീഷണലും എല്ലാം പറഞ്ഞു കൊടുത്തും എല്ലാം ചെയ്തും ഒക്കെ അങ്ങനെ ഓണം 3 മാസത്തോളം നീണ്ടു ഞങ്ങൾ ആഘോഷിക്കും. ഇവിടെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മാറ്റിവെച്ച് കുഞ്ഞുങ്ങളെ ഇപ്പം തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ഫാഷൻ ഷോയാണ്, അതിനുവേണ്ടി ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒരുക്കി കൊണ്ടുവന്നു. ഒരുപാട് സന്തോഷമുണ്ട്. തിരുവോണം അടുത്തെത്താറായി, അതിൻ്റെ തിരക്കുണ്ട്. എന്നാലും നമ്മുടെ ഓണം വളരെ എന്താ പറയുക, നാടിനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. കുടുംബത്തോടു കൂടെ ഇരുന്ന് ആ ഒരു ആസ്വാദനം ഇവിടെ പറ്റുന്നില്ല. കാരണം ഇവിടെ നമ്മളെല്ലാവരും ആകെ ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര്, അതിൽ കൂടുതലൊന്നും മെമ്പേഴ്സ് ഇല്ല കുടുംബത്തിൽ നിന്നുള്ളവർ. അല്ലാതെ നോക്കുവാണെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിലെ മാതിരി ആ 10 ദിവസത്തെ ഓണമല്ല, അതിനുശേഷം അങ്ങ് തുടങ്ങുക നമ്മൾ. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഓണത്തിനോട് അനുബന്ധിച്ച് നിരവധി മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് പ്രവാസി ഓണാഘോഷത്തിലും പുതുതലമുറയ്ക്ക് നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിലും നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ മനം നിറച്ചെത്തുന്ന ഓണത്തിൻ്റെ ആഘോഷത്തിമിർപ്പിലാണ് കുവൈറ്റിലെ മലയാളി സമൂഹവും. ക്യാമറമാൻ റസാഖ് ചെറുതുരുത്തിയോടൊപ്പം ജലീൽ തൃപ്പയാർ, 24 കുവൈറ്റ്. സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണം ആഘോഷിച്ച് നൈജീരിയയിലെ പ്രവാസി മലയാളികളും പൂക്കളമിട്ടും സദ്യയൊരുക്കിയുമായിരുന്നു ആഘോഷങ്ങൾ. നാട്ടിലെ നല്ല ഓണത്തിന്റെ ഓർമ്മകളാണ് എന്നും പ്രവാസികളുടെ ഓണം. കള്ളവും ചതിയും ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണിരുന്ന ആ നല്ല കാലത്തിന്റെ പുതുലോക കാഴ്ചയായി ഓണം ആഘോഷിക്കുകയാണ് നൈജീരിയയിലെ പ്രവാസി മലയാളികളും. നാട്ടിലേതുപോലെ തുമ്പയും ജമന്തിയും മുക്കുറ്റിയും ഒന്നുമില്ലെങ്കിലും ലഭ്യമായ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളമൊരുക്കി. ആഫ്രിക്കൻ ജീവിതത്തിലും മുഴങ്ങിക്കേൾക്കുന്ന പൂവിളിപ്പാട്ടുകൾക്കും ഓണക്കളികൾക്കും പോയ കാലത്തിന്റെ ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുണ്ട്. ഉണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. പതിവ് പോലെ തൂശനിലയിട്ട് ഒരു ഗംഭീര ഓണസദ്യ. എല്ലാവരും ഒത്തുചേർന്ന് പാചകം ചെയ്ത് ഉപ്പു മുതൽ പായസം വരെ പരസ്പരം വിളമ്പിക്കൊടുത്ത് വിഭവസമൃദ്ധമായ സദ്യ. കുട്ടികളും മുതിർന്നവരും എല്ലാം ഒത്തുചേർന്ന് കലാപരിപാടികളും കായിക മത്സരങ്ങളും നടത്തിയാണ് ഈ വർഷവും നൈജീരിയയിൽ മലയാളികൾ ഓണം ആഘോഷിച്ചത്. കേരള സമാജത്തിന്റെ വിവിധ ഏരിയകളുടെ നേതൃത്വത്തിലും ചെറു കൂട്ടങ്ങളുമൊക്കെയായി നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഇക്കുറിയും ഓണം ഗംഭീരമാക്കി. ലോകത്തിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നൈജീരിയയിലുള്ള മലയാളികളുടെ ഓണാശംസകൾ. ഈ തിരുവോണ ദിവസം ഞായറാഴ്ച വന്നതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഓണാഘോഷം നല്ല രീതിയിൽ ആഘോഷമാക്കി തീർക്കാനായിട്ട് സാധിച്ചു. നൈജീരിയയിലുള്ള മലയാളികൾ നൈജീരിയയുടെ പല ഭാഗങ്ങളിലായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 3 ആഴ്ചകളിലായിട്ട് ലാഗോസിന്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ഏരിയകളിൽ, വിവിധ ഭവനങ്ങളിൽ, കൂട്ടായ്മകളിൽ എല്ലാം ഓണം ആഘോഷിക്കും. പുതുതലമുറയ്ക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ പകർന്നു നൽകിയാണ് ഈ ഓണക്കാലവും കടന്നുപോകുന്നത്. ഒപ്പം അടുത്ത ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പും ഇവിടെ ആരംഭിക്കുന്നു. നാടും നാട്ടിൻപുറവും ഒക്കെ വിട്ട് പ്രവാസ ലോകത്തിലാണെങ്കിലും ഗൃഹാതുര ഓർമ്മകൾ പങ്കുവച്ച് ലഭ്യമായ സാഹചര്യങ്ങളിൽ ഓണം ആഘോഷിക്കുകയാണ് നൈജീരിയയിലെ പ്രവാസി മലയാളികളും. നൈജീരിയയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിശാഖിനൊപ്പം ബ്ലസൻ ചെറുവക്കൽ, 24.
വിഭവസമൃദ്ധമായ ഓണസദ്യക്കായുള്ള തിരക്കായിരുന്നു പൊന്നോണ നാളിൽ സൗദിയിലെ റെസ്റ്റോറന്റുകളിൽ. ഓണസദ്യയ്ക്ക് രുചിയേകാൻ ടൺ കണക്കിന് സാധനങ്ങളാണ് കേരളത്തിൽ നിന്നും കടൽ കടന്നെത്തിയത്. വിഭവ സമൃദ്ധമായ ഓണസദ്യക്കായുള്ള തിരക്കായിരുന്നു സൗദി ദമാമിലെ മിക്ക മലയാളി റെസ്റ്റോറന്റുകളിലും. പലരും നേരത്തെ ഓണസദ്യക്കായി ബുക്കിങ്ങുകളും ചെയ്തിരുന്നു. തൂശനിലയിൽ നല്ല തുമ്പച്ചോറും 25 മുതൽ 35 വരെയുള്ള വൈവിധ്യമാർന്ന കറി വിഭവങ്ങൾ അടങ്ങിയതായിരുന്നു ഓണസദ്യ. ഓണസദ്യ നന്നായിരുന്നു, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒത്തിരി പായസവും ഒത്തിരി കറിയും എല്ലാം കൂടി ആയിട്ട് വളരെ നന്നായിട്ട്, പിന്നെ ഫാമിലി ആയിട്ട് വീട്ടിൽ നാട്ടിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഇവിടെ വന്ന് എല്ലാവരോടും കൂടി ആഘോഷിച്ചപ്പോൾ വളരെ നന്നായി. 25 മുതൽ 40 റിയാൽ വരെയായിരുന്നു ഓണസദ്യയുടെ നിരക്ക്. അധിക കുടുംബങ്ങളുടെയും ഓണസദ്യ ഈ വർഷവും റെസ്റ്റോറന്റുകളിൽ മാവേലിയോടൊപ്പം ആഘോഷിച്ചുള്ളതായിരുന്നു. ഓണത്തപ്പനൊക്കെ ഉണ്ട്, എല്ലാവരെയും കണ്ടൊരു ഓണം, നാട്ടിൽ ഓണം കൂടിയ പോലെ നമുക്ക് ഓണം കൂടി പോകാൻ പറ്റും. ഇവിടെ ആകുമ്പോഴത്തേക്കും നാട്ടിലെ പോലെ നമ്മൾ വീട്ടിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഓണത്തിന് നമുക്ക് അവധി ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഈ അവസരത്തിൽ ഇവിടെയൊക്കെ തന്നെയാണ്. ഓണസദ്യയ്ക്ക് രുചി കൂട്ടാൻ ടൺ കണക്കിന് സാധനങ്ങളാണ് കേരളത്തിൽ നിന്നും കടൽ കടന്നെത്തിയത്. അവിയൽ, കായ്നുറക്ക്, ശർക്കര വരട്ടി, കൊണ്ടാട്ടം, ഇഞ്ചിക്കറി, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, കാളൻ, ഇങ്ങനെ നീളുന്നു വിഭവങ്ങളുടെ നീണ്ട നിര. ഇതുകൂടാതെ വ്യത്യസ്ത രുചിയിൽ തീർത്ത 3 തരം പായസങ്ങളും ഓണസദ്യയുടെ മാറ്റുകൂട്ടി. ഈ വർഷത്തെ ഓണസദ്യ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കസ്റ്റമറെല്ലാം നല്ല ഹാപ്പിയാണ്. എല്ലാവർക്കും 3 കൂട്ടം പായസവും 33 ഐറ്റംസുമായിട്ടാണ് ഞങ്ങൾ ഈ വർഷവും നമ്മുടെ ഓണസദ്യ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മലയാളി സുഹൃത്തുക്കൾക്കൊപ്പം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കാൻ സൗദി പൗരന്മാരും ഇവിടേക്കെത്തി. എല്ലാവരോടൊത്തുമുള്ള സദ്യയും മാവേലിയും ആർപ്പ് വിളിയുമെല്ലാം ഇവർക്ക് നവ്യാനുഭവം. സുബൈറുദ്ദീനൂർ, 24 ദമാം. തിരുവോണനാളിൽ സ്വദേശികൾക്കൊപ്പം ഒപ്പനയും തിരുവാതിരയുമായി വേറിട്ട ഓണാഘോഷം ഒരുക്കി പ്രവാസികൾ. ദുബായിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റൽ ആസ്ഥാനത്ത് നടന്ന ഓണാഘോഷമാണ് സഹിഷ്ണുതയുടെ പുതിയ അടയാളമായത്. വിവിധ രാജ്യക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് പ്രവാസ ലോകത്തെ ഓണാഘോഷ പരിപാടികൾ. മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് ഓഫീസുകളിലും ഹോട്ടലുകളിലും ഒരുക്കിയത്. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി വടംവലി മത്സരം സംഘടിപ്പിച്ചു. 14 വടംവലി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുവൈറ്റ് കേരള ടഗ് ഓഫ് വാർ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തിയ മത്സരത്തിന് ലുലു മാനേജ്മെന്റ് പ്രതിനിധികൾ നേതൃത്വം നൽകി. ടീം ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് 1ാം സമ്മാനം നേടി. ആഹാ കുവൈറ്റ് ടീമിനാണ് 2ാം സ്ഥാനം. ടീം ഫ്രണ്ട്സ് ഓഫ് രതീഷ് 3ാം സ്ഥാനവും ബ്രദേഴ്സ് ഓഫ് IAK 4ാം സ്ഥാനവും സ്വന്തമാക്കി. വിജയികൾക്ക് ക്യാഷ് പ്രൈസും വിവിധ സമ്മാനങ്ങളും നൽകി. കൊല്ലം കുളത്തൂപ്പുഴയിൽ കല്ലടയാറ്റിൽ വീണ് യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ നിലമേൽ സ്വദേശി മുജീബിനെ പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു. സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശിയായ മനോജ് അറസ്റ്റിൽ. വയനാടിന് കരുതലേകാൻ 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച സഹായങ്ങൾ വിതരണം ചെയ്തു. കൽപ്പറ്റയിലെ 24 ജില്ലാ ബ്യൂറോക്ക് സമീപമായിരുന്നു ചടങ്ങ്. 10 പേർക്കായിരുന്നു സഹായ വിതരണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതർക്ക് വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് ഇന്ന് തിരുവോണ സമ്മാനമായി 24 എത്തിച്ചത്. തയ്യൽ തൊഴിലാളികളായ പൊന്നനും സത്യനും MI പ്ലൈ മാനേജിംഗ് ഡയറക്ടർ A അബ്ദുൽ അസീസ് ആരിഫ് നൽകിയ തയ്യൽ മെഷീനുകൾ ചടങ്ങിൽ കൈമാറി. 24 പരിപാടികൾ വെച്ചതിലേ വളരെയധികം സന്തോഷം. സ്ഥാനങ്ങൾ കിട്ടിയതിനോടും ഇപ്രാവശ്യം ഓണം, കഴിഞ്ഞ ഓണം ഇപ്രാവശ്യത്തെ ഓണമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട്. കുറച്ച് പേർ കണ്ട് കുറച്ച് ചിരിച്ചു. ഒരു ചെറിയൊരു സന്തോഷം എന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മുണ്ടക്കൈ സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിന് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്ത ലാപ്ടോപ്പ് നൽകി. മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ലാപ്ടോപ്പുകളും ഫ്ലവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും 24 കണക്റ്റും കൈമാറി. മറ്റൊരു വിദ്യാർത്ഥിക്ക് പഠനാവശ്യത്തിന് മൊബൈൽ ഫോണും നൽകി. ചൂരൽമല സ്വദേശിയായ പ്രതീഷിന് ജീവനോപാധിയായ വെൽഡിംഗ് മെഷീനാണ് കൈമാറിയത്.
2 കുട്ടികൾക്ക് സൈക്കിളുകളും നൽകി. ദുരന്തത്തിനിരയായവർക്ക് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി 24ന്റെ പഠന സഹായ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പൂർത്തീകരിക്കും. 24 വയനാട്. ഇന്നു മുതൽ ഫ്ലവേഴ്സ് ചാനലിന്റെ കാഴ്ച വസന്തം ലൈവായി യൂട്യൂബിലും. ഇന്ന് രാവിലെ 24ന്റെ അവതാരപ്പുലികളിൽ നടൻ ആസിഫ് അലിയാണ് ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചത്. ഫ്ലവേഴ്സ് ചാനൽ ഇനി മുതൽ യൂട്യൂബിലും ലൈവായി ലഭ്യമാകും. ചലച്ചിത്ര താരം ആസിഫ് അലിയാണ് ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചത്. ഇന്നു രാവിലെ 24ന്റെ അവതാരപ്പുലികളിലാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കും അവതാരകർക്കുമൊപ്പം ചേർന്ന് ആസിഫ് അലിയുടെ പ്രഖ്യാപനം. ഫ്ലവേഴ്സ് ചാനലും ഇനി യൂട്യൂബിലും നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തെവിടെയുള്ള മലയാളികൾക്കും ഒരു എന്താ പറയുക ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആക്സസബിളായ യൂട്യൂബിലൂടെ ഇനി കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വലിയ കടമ എന്നെ ഏൽപ്പിച്ച 24 ന്യൂസിന് ഒരുപാട് നന്ദി. ഫ്ലവേഴ്സ് പ്രൈം അംഗത്വമെടുക്കുന്നവർക്ക് ഫ്ലവേഴ്സ് പ്രോഗ്രാമുകളും എക്സ്ക്ലൂസീവ് പ്രൊഡക്ഷനുകളും ലൈവായി തന്നെ കാണാനാകും. ഫ്ലവേഴ്സ് പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നതിനായി ഫ്ലവേഴ്സിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ഫ്ലവേഴ്സ് കോമഡി സന്ദർശിച്ച് സബ്സ്ക്രൈബ് ബട്ടന് അടുത്തുള്ള ജോയിനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പേയ്മെന്റ് അടയ്ക്കാനുള്ള വിൻഡോ കാണാം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താം. പ്രതിമാസ നിരക്ക് 29 രൂപ മാത്രം. പേഴ്സണൽ അക്കൗണ്ട് വഴി മാത്രമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുക. മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ്, തത്സമയ സ്ട്രീമുകൾ, ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ എന്നിവ ആദ്യം തന്നെ അംഗങ്ങൾക്ക് ലഭ്യമാകും. ഒപ്പം ഷോർട്സുകളും പ്രത്യേക വീഡിയോസും കാണാനാകും. ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ. മലപ്പുറം നടുവത്ത് സ്വദേശിയായ 24-കാരന്റെ മരണം നിപ ബാധിച്ചെന്നാണ് സ്ഥിരീകരണം. ഇതോടെ ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. രോഗലക്ഷണമുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 2 മാസത്തിനിടെ ആശങ്കയേറ്റി മലപ്പുറത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ മാസം 22-ന് നാട്ടിലെത്തിയ യുവാവിനാണ് നിപ സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് 4 ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട്. കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തു. നേരിട്ട് സമ്പർക്കത്തിലുള്ളവരെ ഇതിനോടകം ഐസൊലേഷനിലേക്ക് മാറ്റി. 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ചികിത്സിച്ച ആശുപത്രി ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സമ്പർക്കത്തിലുള്ള 5 പേർക്ക് ചെറിയ തോതിൽ നിപ ലക്ഷണങ്ങൾ കണ്ടതിനാൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രോട്ടോകോൾ പ്രകാരമുള്ള 16 കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി. നാളെ മുതൽ ഓരോ വാർഡിലും പനി ബാധിച്ചവരെ കണ്ടെത്താനുള്ള സർവേ ആരംഭിക്കും. 2 മാസം മുൻപാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ ബാധിച്ചു മരിച്ചത്. നടുവത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി. 24 മലപ്പുറം. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോൺ. ഇവിടങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണം ഉണ്ടാകും. എല്ലാവരും മാസ്ക് ധരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കണ്ടെയ്ൻമെന്റ് സോണിലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.